നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ? വിവാദങ്ങൾക്ക് പിന്നാലെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇതിന് കൃത്യമായ മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് ഒളിപ്പിച്ചിരിക്കുകയാണെന്ന ഇടത് ആരോപണം ബാലിശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നടപടി സ്വീകരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒളിപ്പിച്ചു വെച്ച സ്ഥലം അവർക്കറിയുമെങ്കിൽ, അതായത് CPM ഇടത് ആരോപിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന്. അങ്ങനെയെങ്കിൽ ഒളിപ്പിച്ചു വെച്ച സ്ഥലം അവർക്കറിയുമെങ്കിൽ കൂടെ പോകാൻ താൻ തയ്യാറാണ് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന്റെ അറസ്റ്റ് ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും രാഹുലിന്റെ രാജി ആവശ്യപ്പെടില്ലെന്നും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും ED നോട്ടീസ് അയച്ച വിഷയത്തിൽ സണ്ണി ജോസഫിന്റെ പ്രതികരണം അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ്. വിവേക് കിരണിന് അയച്ച നോട്ടീസിൽ ഗതി തന്നെയാകും ഇതിനുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം വന്നതോടെ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ആവശ്യം MLA സ്ഥാനം രാജിവെക്കണം. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ പ്രതികരിച്ചത്, അതായത് ഈ ഒരു പാർട്ടി ഈ വിഷയത്തിൽ ആദ്യ ഓഡിയോ പുറത്തു വന്നപ്പോൾ, രാഹുലിനെതിരെ പരാതികൾ വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരേ നടപടി 2 പ്രാവശ്യം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ എന്നും, മാത്രമല്ല എന്തുകൊണ്ട് രണ്ടാമത്തെ ഓഡിയോ പുറത്തു വന്നപ്പോൾ ഇനി രാഹുലിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്ന ചോദ്യത്തിന് VD സതീശൻ നൽകിയ മറുപടി KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ, KPCC ആണ് ഈ കാര്യങ്ങൾ മറുപടി പറയേണ്ടത് എന്ന ഒരു നിലപാടായിരുന്നു VD സതീശൻ സ്വീകരിച്ചത്. എന്നാൽ സണ്ണി ജോസഫ് ഇപ്പോൾ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഒരു കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ട എന്നാണ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെടില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിന് ബന്ധമില്ല എന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തിരഞ്ഞെടുപ്പിലെ ഒരു വിഷയമേ അല്ലെന്നും പരാതി പോലും കിട്ടും മുമ്പ് നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും VD സതീശൻ വ്യക്തമാക്കി. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല. പാർട്ടിയിൽ നിന്നുള്ളവരാണെങ്കിൽ നടപടിയെടുക്കും. എന്നാൽ അതൊന്നും പാർട്ടിയിലുള്ളവരല്ല. സൈബർ ആക്രമണം നടത്തുന്നത് CPMന്റെ രീതിയാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ മുന്നിട്ടിറങ്ങിയെന്ന ചോദ്യത്തിൽ മാധ്യമപ്രവർത്തകരെ VD സതീശൻ വിമർശിച്ചു. തന്റെ വാർത്താ സമ്മേളനം തകർക്കാൻ ചിലർ മുന്നിട്ടിറങ്ങുകയാണെന്നും രാഹുലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കൂടുതൽ മറുപടി ഇല്ലെന്നുമായിരുന്നു VD സതീശന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി K സുധാകരനും കൂടി ചേർന്നെടുത്തതാണെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇപ്പോൾ K സുധാകരൻ മാറ്റി പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമൊക്കെ K സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ നടപടിയെക്കുറിച്ച് തനിക്ക് അറിയില്ല, താൻ അറിയാതെയാണ് പുറത്താക്കിയത്, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം, ശക്തനായ നേതാവാണ്, ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ പേരിൽ രാഷ്ട്രീയ ഭാവി തകരാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള നിർണായക പ്രതികരണം K സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ചോദ്യം ഉയരുകയാണ്. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം അറസ്റ്റിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനത്തിലേക്ക് പോലീസ് കടക്കും. കേരളം, തമിഴ്നാട്, ബംഗളൂരു പ്രദേശങ്ങളിലൊക്കെ അരിച്ചു പറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ. രാഹുലുമായി അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. കേസിലെ 2ാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫും ഒളിവിലാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നിർബന്ധിത ഗർഭചിത്രമടക്കം നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് യുവതി വിശദമൊഴി നൽകിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലവിലെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ യുവതിയുടെ മൊഴിയിലുണ്ട്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട 4 വകുപ്പുകളും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പീഡിപ്പിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയാണ് കേസ്. അതേസമയം താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിജീവിതയ്ക്കെതിരെയുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റ്, ഫോൺ സംഭാഷണം, യുവതിയും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്. യുവതി ഗർഭിണിയായ കാലയളവിൽ അവർ വിവാഹിതയായിരുന്നുവെന്നും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു എന്ന വാദം തെറ്റാണെന്നും രാഹുൽ മാങ്കൂട്ടം വാദിക്കുകയാണ്. താനും യുവതി
അടുപ്പത്തിലായിരുന്നു. യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയത് തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഫേസ്ബുക്കിൽ യുവതിക്കെതിരായ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് പോലീസ് ഇമെയിൽ അയച്ചു. അതേസമയം അതിജീവിതയെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ സ്വകാര്യത വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെ കേസ്. സമൂഹ മാധ്യമത്തിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടെന്നാണ് ഈ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെയുള്ള ആരോപണം. നെടുങ്കണ്ടം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരത്തിലേക്ക് കൂടി നിർണായകമായ വിവരം, അതിജീവിത 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. ലൈംഗിക പീഡനത്തിനിരയായ യുവതി 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. രാഹുലിൽ നിന്നുണ്ടായ പീഡനത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും പിന്നാലെ അമിതമായി മരുന്ന് കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതേ തുടർന്ന് ഏതാനും ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചതായും യുവതി പോലീസിന് മൊഴി നൽകി. ഗർഭചിത്രം നടത്താൻ 2 ഗുളികകൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതായി യുവതി ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് അറിയിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. പ്രത്യേക സംഘം വ്യാപകമായി പരിശോധന നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് രക്ഷപ്പെട്ട കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. സ്വന്തം കാർ ഉപേക്ഷിച്ച് ചുവന്ന നിറത്തിലുള്ള കാറിലാണ് യാത്ര ചെയ്തതെന്നാണ് സൂചന. ഒരു ചലച്ചിത്ര താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇത് എന്ന വിവരം അടക്കം പുറത്തു വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലടക്കം ചില താരങ്ങളുടെ കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാറിലാകാം രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഏത് സുഹൃത്തിന്റെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്, ആരാണ് സംരക്ഷണം ഒരുക്കിയതെന്ന ചോദ്യം നിലവിൽ ഉയരുന്നു. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത്, കേസിലെ തന്നെ 2ാം പ്രതി ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ സംശയം. കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ജാമ്യ ഹർജിക്കൊപ്പം ഉൾപ്പെടുത്താൻ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റിന്റെ രേഖകൾ, ഓഡിയോ, വീഡിയോ ക്ലിപ്പുകൾ എന്നിവ അടക്കം ഹാജരാക്കി. എന്നാലും ജാമ്യ ഹർജി ബുധനാഴ്ചയാണ് പരിഗണിക്കുക. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് പോകും മുൻപ് അവിടെ അവസാനം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ DVRൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കെയർടേക്കറിൽ നിന്ന് ഉൾപ്പെടെ പ്രത്യേക സംഘം മൊഴി ശേഖരിച്ചിരുന്നു. മാത്രമല്ല രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്ക് കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. മാധ്യമങ്ങളുടെ പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദം തന്നെയാണെന്ന സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ജാമ്യ ഹർജി പരിഗണിക്കും വരെ കാത്തിരിക്കാതെ അദ്ദേഹത്തെ പിടികൂടാനാണ് ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. തെളിവ് ശേഖരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബുധനാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകുമെന്നും ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചാൽ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയും പാടില്ല എന്ന് കോൺഗ്രസ് അണികൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സമൂഹ മാധ്യമങ്ങളടക്കം ഇതിന് മുതിർന്നാൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാർട്ടി തീരുമാനം.